ഒരുങ്ങി രാവിലെ തന്നെ പോകുന്നത് എൻ്റെ ലൈഫിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ യാത്രയാക്കാനാണ്. ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്നത് എൻ്റെ പാരൻസിൻ്റെ അടുത്തേക്കാണ്. പക്ഷേ കഴിഞ്ഞൊരു 7 വർഷമായിട്ട് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് എൻ്റെ ചേച്ചിയെ. എന്താണെന്നറിയില്ല, ഏത് പ്രോബ്ലം ആയാലും പുള്ളിയുടെ കയ്യിൽ എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സൊല്യൂഷൻ വർക്ക് ആവുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ബട്ട് സ്റ്റിൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ചേച്ചിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ലൈഫിൽ എന്ത് പ്രോബ്ലം വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് അവിടുന്ന് കിട്ടും. ഞങ്ങൾ തമ്മിൽ 6 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, പുള്ളിക്കാരിക്ക് കുറച്ച് മെച്യൂരിറ്റി കൂടുതലാണ്. ഷീ ഈസ് ലൈക്ക് എ സെക്കൻഡ് മദർ എന്നൊക്കെ വേണേ പറയാം. അങ്ങനെ 1.5 മാസത്തെ ലീവ് കഴിഞ്ഞ് ഷീ ഈസ് ഗോയിങ് ബാക്ക് ടു ദുബായ്. എന്റെ ശല്യം സഹിക്കാൻ കഴിയാതെ 2 മാസത്തെ ലീവ് 1.5 ആക്കി കുറച്ചതാണെന്ന് അമ്മ പറയുന്നത്. എനിവേസ് പുള്ളിക്കാരിനെ ദുബായ്ക്ക് പാക്ക് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ചേച്ചി നാട് വിട്ടു പോയ സന്തോഷത്തിൽ, ഐ മീൻറ്റ് ചേച്ചി തിരിച്ച് ദുബായ്ക്ക് പോയ സങ്കടത്തില് ഞങ്ങളൊരു ബിരിയാണി ഒക്കെ കഴിച്ച് തിരിച്ച് വീട് പിടിച്ചു.